ഒരാണും പെണ്ണും തമ്മിൽ തനിച്ചിരുന്ന് സംസാരിച്ചാൽ അതിനെ ദുഷിച്ച കണ്ണോടുകൂടി കാണുന്ന ചില മനുഷ്യരുണ്ട്. പിന്നെ അവർക്കെതിരെ പല കള്ളക്കഥകളും പ്രചരിപ്പിക്കും. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയും യുവാവും കാറിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് നാട്ടുകാർ കാണാനിടയായി. അതോടെ സദാചാര ഗുണ്ടകളിൽ നിന്ന് ആ യുവതിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ അപമാനവും പരസ്യ വിചാരണയുമാണ്. ആൾക്കൂട്ട വിചാരണയിൽ മനസ്സ് തളർന്ന കൂത്തുപറമ്പ് സ്വദേശിനി റസീന ഒടുവിൽ ആത്മഹത്യ ചെയ്തു. ഒരു സംഘം SDPI പ്രവർത്തകരിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ 3 SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൂത്തുപറമ്പ് കായലോട് പറമ്പായിലാണ് സദാചാര ഗുണ്ടകളുടെ വിചാരണയിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കിയത്. കായലോട് പറമ്പായിലെ റസീന മനസ്സിലിൽ റസീനയെ ചൊവ്വാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 3 SDPI പ്രവർത്തകരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പറമ്പായി സ്വദേശികളായ MC മനസ്സിലിൽ, VC മുബഷീർ, കണിയാൻ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻ കണ്ടി ഹൗസിൽ VK റഹനാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 3 കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന ആൺ സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തിരുന്നു. സദാചാര ഗുണ്ടകളുടെ ഏറെ നേരം നീണ്ട വിചാരണക്കൊടുവിൽ യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. യുവാവിനെ സമീപമുള്ള മൈതാനത്തും SDPI ഓഫീസിലും എത്തിച്ച് 5 മണിക്കൂറോളം വീണ്ടും വിചാരണ ചെയ്തെന്നാണ് പരാതി. ഇതിനിടയിൽ യുവാവിനെ സംഘം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതര മതസ്ഥനായ യുവാവിനൊപ്പം സംസാരിച്ചതിനാണ് യുവതിക്ക് ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വന്നത്. മയ്യൽ സ്വദേശിയായ യുവാവിന്റെ മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് രാത്രിയോടെയാണ് പറമ്പായിലെ SDPI ഓഫീസിലെത്തിച്ചത്. തുടർന്ന് ഇരുവരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തുകയായിരുന്നു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും CI N അജീഷ് കുമാർ പറഞ്ഞു. SI BS ബാബിഷിനാണ് അന്വേഷണ ചുമതല. തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ.